ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാഞ്ഞൂർ അമ്പലത്തിലേക്ക് ഒരു കോലസമർപ്പണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കോലസമർപ്പണത്തെക്കുറിച്ചാണ്. അതായത് കോലത്തിന് പിന്നിലുള്ള ഐതിഹ്യം, അതിന് പിന്നിലുള്ള സങ്കല്പം, പിന്നീട് അത് ഏത് ദിവസമാണ് ഈ കോലം നമ്മൾ ഇങ്ങനെ ചമച്ച് ക്ഷേത്രത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ കണ്ടന്റ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വീടിൻ്റെ ഐശ്വര്യത്തിനും രോഗവും ദാരിദ്ര്യവും ദുരിതങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് കാഞ്ഞൂരമ്പലത്തിലേക്ക് കോലം സമർപ്പിക്കുന്നത്. പാരമ്പര്യമായി ഗണകന്മാരാണ് കോലം എഴുതുന്നത്. കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ദേവാസുര യുദ്ധത്തിൽ അസുരകുലം നശിച്ചു. അപ്പോൾ ദാരുമതി, ദാനവതി എന്നീ അസുര സ്ത്രീകൾ പാതാളത്തിൽ ഒളിച്ചു. അവർക്ക് ദാരികൻ, ദാനവേന്ദ്രൻ എന്നീ പുത്രന്മാരുണ്ടായി. തങ്ങളുടെ വംശം നശിപ്പിച്ച ദേവന്മാരാണെന്ന് മനസ്സിലാക്കിയ അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഈ ലോകത്തിൽ പുരുഷന്മാർ ആരും തങ്ങളെ കൊല്ലരുതെന്ന വരം നേടി. വരസിദ്ധിയിൽ അഹങ്കരിച്ച ദാരികൻ ത്രിലോകങ്ങളിലും പരാക്രമങ്ങൾ അയച്ചുവിട്ടു. അസുരന്റെ പരാക്രമങ്ങൾ സഹിക്കവയ്യാതെ ദേവന്മാർ ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിച്ചു. എല്ലാം മനസ്സിലാക്കിയ മഹാദേവൻ തൻ്റെ കണ്ണിൽ നിന്ന് ഭദ്രകാളിയെ ജനിപ്പിച്ചു. കാളി അസുരനുമായി ഏറ്റുമുട്ടി. ദാരികന്റെ ഒരു തുള്ളി ചോര ഭൂമിയിൽ വീണാൽ 1000 ദാരികന്മാർ ജനിക്കുമായിരുന്നു. അതിനാൽ യുദ്ധം 18 ദിവസം നീണ്ടുനിന്നു. ഭയന്നോടിയ ദാരികനെ പാതാളത്തിൽ വെച്ച് കാളി നിഗ്രഹിച്ചു. കലി അടങ്ങാത്ത കാളി ചോരയൊലിക്കുന്ന ശിരസും കൊടുവാളുമായി ആർത്ത് അട്ടഹസിച്ചു. അത് കേട്ട ലോകം ഞെട്ടുന്നു. കാളിയെ ശാന്തയാക്കാൻ മഹാദേവൻ സുബ്രഹ്മണ്യനെ പറഞ്ഞയക്കുന്നു. എന്നാൽ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. അവസാനം ഭൂതഗണങ്ങളും ദേവന്മാരും കൂടി പല കോലങ്ങളും വരച്ച് മുഖത്ത് കെട്ടി പാടാനും ആടാനും തുടങ്ങി. തൻ്റെ രൗദ്രഭാവം വരച്ചു കെട്ടി കണ്ട കാളി ഊറിച്ചിരിച്ച് അങ്ങനെ ദേവിയുടെ കലി അടങ്ങി. അങ്ങനെ കോലങ്ങൾ ഉണ്ടായി എന്നാണ് ഐതിഹ്യം. ഭൈരവി, മരുതയക്ഷൻ, കാലൻ, പക്ഷിമാടൻ തുടങ്ങിയ കോലങ്ങളാണ് സാധാരണ നമ്മുടെ നാട്ടിൽ എഴുതാറുള്ളത്. വീട്ടുകാർ ഏതു തരം കോലമാണ് നേർന്നത് എന്ന് മനസ്സിലാക്കി അനുസരിച്ചാണ് കോലം എഴുതേണ്ടത്. ഓരോ കോലത്തിനും പ്രത്യേകം മുഖാവരണം, കിരീടം, ചമയങ്ങൾ എന്നിവ ഉണ്ട്. ഓരോന്നിനെയും പ്രത്യേക പാട്ടുകളും ചുവടുകളുമുണ്ട്. നല്ല അഭിനയ പാഠമുള്ളവരും വ്രതം നോറ്റവരുമാണ് കോലം തുള്ളേണ്ടത്. കാഞ്ഞൂർ ഭദ്രകാളി ആയതുകൊണ്ടാണ് ഈ വഴിപാട് പണ്ട് തൊട്ടേ ഇവിടെ നടത്തുന്നത്. വീടുകളിൽ നിന്നുള്ള ദുരിതങ്ങളെയും ഈ ഭദ്രകാളിയുടെ ഭൈരവിക്കോലത്തിൽ ചമച്ച് അതിലേക്കാക്കി കാഞ്ഞൂരമ്പലത്തിലേക്ക് സമർപ്പിക്കുക എന്നതാണ് സങ്കല്പം. കാഞ്ഞൂരിലെ തിരുത്സവത്തിൻ്റെ 9-10 ദിവസങ്ങളിൽ പടിഞ്ഞാറേ കരയിൽ നിന്നും കിഴക്കേ കരയിൽ നിന്നും ആണ് കോലങ്ങൾ വരുന്നത്. 10 ദിവസത്തെ തിരുത്സവത്തിൽ 2 ദിവസമാണ് കോല വഴിപാട് നടത്തുന്നത്. ഡിസംബർ 26-നാണ് കോലം സാധാരണ തുടങ്ങുന്നത്. ജനുവരി 3-4 തീയതികളിലാണ് കോലം വരുന്നത്. കോലം നടത്തുന്ന വീടുകളിൽ രാവിലെ തൊട്ട് തന്നെ ഫുഡ് കൊടുത്തു തുടങ്ങും. ഈ കോലം വീട്ടിൽ നിന്ന് എടുക്കുന്നിടം വരെ നമ്മൾ ആഹാരം കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നതാണ് ആചാരം. കോലത്തിൻ്റെ ചില സവിശേഷതകൾ പറയാം. 21 പാളയാണ്
ഒരു കോലത്തിൽ വേണ്ടത്. അതിൽ 11 സർപ്പത്തല രൂപം, ഭദ്രകാളിയുടെ മുഖം, ഒരു കമ്മൽ ആനയെ വരച്ചുണ്ടാക്കും, ഒരു കമ്മൽ സിംഹത്തിനെ വരച്ചുണ്ടാക്കും. ഞാൻ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കോലത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. പിന്നീട് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല സദ്യ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.